കഴിഞ്ഞ ദിവസം മാടവനപ്പള്ളിയിൽ നടന്നത് അത്ഭുതമല്ല. സീറോ മലബാർ കുർബാനയിലും ലാറ്റിൻ കുർബാനയിലും സീറോ മലങ്കര കുർബാനയിലും പരിശുദ്ധ കുർബാന നൽകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാണ് നൽകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഏലീഷ അലോഷി എന്ന് പറയുന്ന 9ാം ക്ലാസ്സുകാരി പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അത് ദൃശ്യമായി കാണാൻ കഴിയുന്ന വിധത്തിൽ ശരീരവും രക്തവുമായി മാറി. സാധാരണ അപ്പത്തിൻ്റെ രൂപത്തിൽ കാണുന്ന തിരുവോസ്തി ശരിക്കും മാംസമായി മാറി എന്ന് പറഞ്ഞാൽ ശരീരവും രക്തവുമായി ദൃശ്യമായി മാറി. ഇത് എന്തിന് സംഭവിച്ചു എന്ന് ചോദിക്കുന്നവരോട് ശരിക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പത്തിൻ്റെ രൂപത്തിലും ഗുണത്തിലും മണത്തിലുമൊക്കെ കാണപ്പെടുന്ന അത്ഭുതകരമായ തിരുവോസ്തി സത്യമായും ഈശോയുടെ ശരീരവും രക്തവുമാണ് എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ് മാടവനയിലൂടെ. മാടവനയിൽ തിരുവോസ്തിയിൽ നിന്നും രക്തം ആണ് പുറപ്പെട്ടത്. ജീവനുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ രക്തമുള്ളൂ എന്ന കാര്യം നാം തിരിച്ചറിയണം. അത് ശരിക്കും ജീവനുള്ള ദൈവം ഈ അപ്പത്തിൽ സന്നിഹിതമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. വരാപ്പുഴ അതിരൂപതയിൽ നടന്ന ഈ സംഭവം ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഏറെ ഭക്തിയോടും ആദരവോടും കൂടി വ്യാപരിക്കണം എന്ന സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി നന്നായി കുമ്പസാരിച്ചൊരുങ്ങണം എന്ന സത്യം നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നു. നൊവേനകളുടെയും തിരുശേഷിപ്പിൻ്റെയും പിന്നാലെയുള്ള ഓട്ടം നിർത്തിയിട്ട് പരിശുദ്ധ കുർബാനയിലേക്ക് മടങ്ങണം എന്ന കാര്യം സഭയോട് പ്രഖ്യാപിക്കുകയാണ്. മാടവനയിൽ രൂപമാറ്റം വന്ന തിരുവോസ്തിയുടെ പിന്നാലെ പോകാനല്ല ഈ അത്ഭുതം നടന്നത്. അപ്പത്തിൻ്റെ രൂപത്തിൽ സത്തയിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായ തിരുവോസ്തിയുടെ പിന്നാലെ പോകാനാണ് എന്ന സത്യം നാം തിരിച്ചറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓൺലൈൻ കുർബാന മതി എന്ന് ശഠിക്കുന്നവരോടും ഈ മാടവന ചില സത്യങ്ങൾ പറയുന്നു. പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെയുള്ള പരിശുദ്ധ കുർബാന അർപ്പണം പൂർണ്ണമല്ല എന്ന സത്യവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം വരാപ്പുഴ അതിരൂപത മെത്രാൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് മാടവനപ്പള്ളിയിൽ നിന്നും തിരുവോസ്തിയെടുത്ത് കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. ഇനി ഇത് അതിരൂപത തലത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കണം. ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റും തിയോളജി കമ്മീഷനും അടങ്ങുന്ന സംഘങ്ങൾ ഇതേക്കുറിച്ച് പഠിക്കണം. ഇതിവിടെ പഠിച്ചിട്ട് സത്യമാണെങ്കിൽ റോമും അതിൽ വീണ്ടും പഠനങ്ങളും നിരീക്ഷണ പരീക്ഷണങ്ങളും നടത്തും. അത് സത്യമാണെങ്കിൽ ശരിയാണെന്ന് അംഗീകരിക്കും. ഇതിന് കാലങ്ങളെടുക്കും. AD 700-കളിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിൽ ഒരു പുരോഹിതൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയും രക്തവും ദൃശ്യമായി മാംസവും രക്തവുമായി മാറി. ഇത് സഭ പഠിക്കാൻ 1300 വർഷമെടുത്തു. 2013-ൽ കേരളത്തിൽ തലശ്ശേരി അതിരൂപതയിൽ വിളക്കന്നൂര് ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുവോസ്തിയിൽ പതിഞ്ഞ ക്രിസ്തുവിൻ്റെ മുഖമടങ്ങിയ തിരുവോസ്തിയിലും സഭ ഇപ്പോൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി മാടവനയിൽ നടന്ന സംഭവം നമ്മെ കുർബാനയിലേക്ക്, കുർബാനയുടെ ആരാധനയിലേക്കും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലേക്കും യോഗ്യതയോടുകൂടിയുള്ള പരിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്കും അടുപ്പിക്കുന്നെങ്കിലേ ദൈവമുദ്ദേശിച്ച ദൈവീക പദ്ധതി സഭയിൽ നടക്കൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.